വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങുമായിരുന്ന മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിലെ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിന് കളക്ടർ അനുപമയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ താൽക്കാലിക ശമനമായി. ഇരു വിഭാഗങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ വീണ്ടും നീങ്ങാതിരിക്കാൻ വിശ്വാസികളെയെല്ലാം മാറ്റി പള്ളി താൽക്കാലികമായി പൂട്ടി. അപ്പീലിൽ തീരുമാനമാകും വരെ പള്ളിയിൽ കയറാൻ എത്തില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗം സമ്മതിച്ചതോടെയാണ് താൽക്കാലിക പ്രശ്നപരിഹാരമുണ്ടായത്. കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പള്ളി പരിസരത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ പ്രതിനിധികൾ തയ്യാറാവുകയായിരുന്നു. ഹൈക്കോടതിയിൽ നിലവിലുള്ള അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ പള്ളിയിൽ പ്രവേശിക്കില്ലെന്ന് ഓർത്തഡോക്സ് സഭാംഗങ്ങളും പള്ളിക്കുള്ളിലെ പ്രാർത്ഥനായജ്ഞം അവസാനിച്ച് പുറത്തിറങ്ങാൻ യാക്കോബായ സഭാംഗങ്ങളും തീരുമാനിച്ചു. വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങുമായിരുന്ന മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിലെ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിന് കളക്ടർ അനുപമയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് താൽക്കാലിക ശമനമുണ്ടായത്. അവകാശ തർക്കം രൂക്ഷമായതിനു പിന്നാലെ വ്യാഴാഴ്ച രാത്രി 11:15 പള്ളിക്ക് മുന്നിൽ കല്ലേറും സംഘർഷവും ഉണ്ടായത്. ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രസനാധിപൻ ഡോക്ടർ യൂഹാനോൻ മാർ മിലിത്തിയോസ് ഉൾപ്പെടെ 20ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. മാർ മിലിത്തിയോസിനെ ഒന്നാം പ്രതിയാക്കി ഓർത്തഡോക്സ് സഭാംഗങ്ങളായ 40 പേർക്കെതിരെയും യാക്കോബായ സഭാംഗങ്ങളായ 70 പേർക്കെതിരെയും സിറ്റി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മാർ മിലിത്തിയോസ്, തോമസ് പോൾ റമ്പാൻ, ഫാദർ മത്തായി പനംകുറ്റിയിൽ, ഫാദർ പ്രദീപ്, ഫാദർ റെജിമങ്കുഴ തുടങ്ങിയവർ കുന്നംകുളം അടുപ്പൂട്ടി മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച അർദ്ധരാത്രിയുണ്ടായ സംഘർഷത്തിൽ ഇരു വിഭാഗത്തിലെയും നിരവധി പേർക്കാണ് പരിക്കേറ്റത്. സംഘർഷത്തിൽ പള്ളിയിലെ ജനാലച്ചില്ലുകളും കസേരകളും ഗേറ്റും എല്ലാം തകർന്നിരുന്നു. കുഴഞ്ഞു വീണ യാക്കോബായ വിഭാഗം മാനേജിംഗ് കമ്മിറ്റി അംഗത്തിന്റെ സ്ഥിതി ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. കല്ലേറിൽ പരിക്കേൽക്കുകയും ഹൃദയാഘാതമുണ്ടാവുകയും ചെയ്തതോടെ യാക്കോബായ സഭാംഗം എബ്രഹാം പാറയ്ക്കലിനെ ഗുരുതരാവസ്ഥയിൽ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി അക്രമം കണ്ട് പള്ളിയിൽ കൂട്ടമണിയടിക്കുന്നതിനിടെയാണ് എബ്രഹാം കുഴഞ്ഞു വീണത്. പരിക്കേറ്റ ബാബു, ഷാജു, ജെയിംസ്, ആൽബിൻ എന്നിവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പള്ളിയുടെ ഗേറ്റും ജനൽ ചില്ലുകളും ഉള്ളിലെ കസേരകളും സംഘർഷത്തിൽ തകർന്നിരുന്നു. കളക്ടർ നടത്തിയ ചർച്ചയിൽ പള്ളി പൂട്ടി താക്കോൽ യാക്കോബായ സഭാംഗങ്ങൾ കൈവശം വയ്ക്കാൻ ധാരണയായി. എന്നാൽ ആരാധനാ ഭരണ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ യാക്കോബായ സഭയ്ക്ക് തീരുമാനം അറിയിക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. അവർ രേഖാമൂലം നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർ ചർച്ചകൾ നടത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. അതേസമയം സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗക്കാരായ 42 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയുണ്ടായ സംഘടനവുമായി ബന്ധപ്പെട്ട് 120 പേരെ പ്രതിയാക്കി കേസെടുത്തു. പള്ളിക്ക് മുന്നിൽ സഹന സമരത്തിന് നേതൃത്വം നൽകിയ ഓർത്തഡോക്സ് വിഭാഗം തൃശൂർ ഭദ്രസനാധിപൻ യൂഹാനോൻ മാർ മിലിത്തിയോസ് ആണ് ഒന്നാം പ്രതി. അറസ്റ്റിലായവർ തൃശൂർ ഈസ്റ്റ്, ഒല്ലൂർ, നെടുമ്പുഴ സ്റ്റേഷനുകളിലാണുള്ളത്. ഇരു വിഭാഗത്തിലുമുള്ള 15ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പള്ളിയിലുണ്ടായ സംഭവത്തിൽ വധശ്രമം, കലാപശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ ടി വി അനുപമ വെള്ളിയാഴ്ച അനുരഞ്ജന യോഗം വിളിച്ചതോടെയാണ് പ്രശ്നപരിഹാരത്തിന് താൽക്കാലികമായി വഴി തുറന്നത്. ഇരുവിഭാഗവുമായി വെവ്വേറെ ചർച്ചയും നടന്നു. ചർച്ചകൾ മണിക്കൂറുകൾ നീണ്ടിട്ടും ഇരുവിഭാഗവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ല. ഒടുവിൽ പള്ളിയിൽ കഴിയുന്ന യാക്കോബായക്കാരെല്ലാം പള്ളി വിട്ടുപോകണമെന്ന് കളക്ടറുടെ നിർദ്ദേശവും ഉണ്ടായി. ആദ്യം കൂട്ടാക്കിയില്ലെങ്കിലും 4 മണി കഴിഞ്ഞതോടെ മുഴുവൻ ആളുകളും പള്ളി വിട്ടിറങ്ങി. ഇവർ എല്ലാ വാതിലുകളും ഓഫീസും പൂട്ടി താക്കോലുമായാണ് പള്ളി വിട്ടത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കുന്ന നടപടി ആര് സ്വീകരിച്ചാലും നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ടി വി അനുപമ വ്യക്തമാക്കിയിട്ടുണ്ട്. യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര, സീനിയർ ഗവൺമെന്റ് ലീഡർ ശ്രീകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.